മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ച പുരോഗമിക്കുമ്പോൾ തന്നെ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ നിരീക്ഷകന്മാരെ ചുമതലപ്പെടുത്തുകയും ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് ഓരോ MLA-മാരുടെയും അഭിപ്രായങ്ങൾ അവർ ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ 3 MLA-മാരും KCയെ പിന്തുണച്ചു എന്നൊരു വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വയനാട്ടിലെ MLA-മാർക്ക് അവരുടെ അഭിപ്രായം നിർഭയമായി പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ വ്യക്തിപരമായി എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൊരു കാര്യം, ഈ MLA-മാരൊന്നും വെറുതെ MLA-മാരായതല്ല. അതിൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകന്മാരുടെ അത്യധ്വാനവും ഒക്കെ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഈ വർദ്ധിച്ച വോട്ട് ഭൂരിപക്ഷത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വോട്ട് ചെയ്തതിനൊരു കാരണമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴും LDF-ന് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിനെ UDF പ്രതിരോധിച്ചത് പ്രതിപക്ഷ നേതാവിനെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ്. മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിച്ചിട്ടില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം നടത്തിയിട്ടുള്ള നിസ്സീമമായ പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഓരോ നടപടിയെയും വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പ്രതിഫലിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി ബഹുജനങ്ങളുടെ ഒരു വലിയ പിന്തുണ UDF-ന് ലഭിക്കാനിടയായത് അതിലൊരു ഘടകം ഇതുകൂടിയാണ്. സ്ഥാനാർത്ഥികൾ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ ഒരു ഘടകം, അതൊരു ഘടകമാണ്. എന്നാൽ ഒരുപാട് ജനങ്ങളെ മാറി ചിന്തിപ്പിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓരോ വിഷയത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. അതുകൊണ്ട് വയനാട്ടിലെ MLA-മാർ അഭിപ്രായം പറയുമ്പോൾ ജനവികാരം കൂടി പരിഗണിക്കണം എന്നൊരഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അവരെന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിവില്ല. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ആണ് തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനവികാരത്തെ മാനിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇക്കാര്യത്തിൽ ജനങ്ങൾ വലിയ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ജനങ്ങളുടെ വിശ്വാസത്തിന് മാറ്റ് കുറയ്ക്കാതെ അവരുടെ പ്രതീക്ഷക്കൊത്ത് ഹൈക്കമാൻഡും UDF-ൻ്റെ സംസ്ഥാന നേതൃത്വമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമാണ്, എല്ലാവരും അത് അംഗീകരിക്കേണ്ടതാണ്. അത് മറ്റൊരു കാര്യം.